ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസ്റ്റും ഉഴുന്നും സപ്പ സോഡയും ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ദോശയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 50 ml കപ്പിൽ 2 കപ്പ് പച്ചരി നല്ലപോലെ കഴുകി 3 മണിക്കൂർ നമ്മൾ കുതിർത്തിയെടുത്തിട്ടുണ്ട്. അതേ സെയിം അളവ് കപ്പിൽ തന്നെ 2 കപ്പ് ചോറ് വൈറ്റ് റൈസ് അതും എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പച്ചരിക്ക് പകരം നിങ്ങൾ മട്ടരിയാണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ മട്ടരിയുടെ ചോറ് എടുക്കാം. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഒരു സ്റ്റെയിനറിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നല്ലപോലെ കഴുകി നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം വെച്ചിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതവിടെ മിക്സിയുടെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉഴുന്നോ അതേപോലെ ബേക്കിംഗ് സോഡ, ഈസ്റ്റ്, ഉലുവ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. നമുക്കിത് 2 ബാച്ചായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അരച്ചെടുത്തത് കുറച്ച് വെള്ളം കൂടുതലിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ബാച്ച് നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. രണ്ടാമത്തെ ബാച്ച് നമുക്കൊന്ന് പെട്ടെന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ബാച്ച് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതവിടെ നല്ലെണ്ണ, ഒരു ഡ്രോപ്പ് നല്ലെണ്ണ നമ്മളിതിലേക്ക് അങ്ങ് കൊടുക്കാം. ദോശക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു തിക്കിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം നമുക്കൊരു. അപ്പോൾ ഇനി ഇതാ നമ്മുടെ ദോശയിലേക്കുള്ള നമ്മളെല്ലാവരും നല്ലെണ്ണ അല്ലെങ്കിൽ ഡാൽഡ ഒക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ പഴയ ഓടാണ് നമ്മൾ ദോശ ചുടാനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾ പാനിലാണ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് വിട്ട് കിട്ടും. എങ്കിലും അതിൻ്റെ മീതെ നമുക്കിതൊന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിതാ ഇതേപോലെ ചെറിയ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നോർമൽ വാട്ടർ, നമ്മൾ സാധാരണ പച്ചവെള്ളം കുറച്ച് എടുക്കുക. ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് നല്ലെണ്ണ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പം ഇനി ഞാനിതാ ഇതിലേക്കുള്ള മസാല നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 4 ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒരു തണ്ട് കറിവേപ്പില, നല്ല എരിവുള്ള മുളകായതുകൊണ്ട് 2 മുളക്, ചെറിയ കഷ്ണം ഇഞ്ചി. നമ്മളെല്ലാ വെജിറ്റബിൾസും ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല റെഡിയാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂണ് നല്ലെണ്ണ,
നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഒത്തിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി. നമ്മളെടുത്ത് വെച്ച കറിവേപ്പില, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. തന്നെ നമ്മുടെ വെജിറ്റബിൾസ് വേവാനായിട്ടുള്ള വെള്ളം, ഒരൽപ്പം മഞ്ഞൾപ്പൊടി. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ അങ്ങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ദോശയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു മിക്സ് തന്നെ നമ്മളൊരു ബ്രഷ് വെച്ച് നമ്മുടെ ദോശയുടെ മേലക്കൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. നമ്മുടെ ദോശ ഒന്ന് ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതേപോലെ ആക്കി എടുക്കണമെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ ദോശ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണ്. നല്ല ചൂടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ചോറും പച്ചരിയും വെച്ചിട്ടുള്ള ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.